റൈറ്റർ, ഡയറക്ടർ, ആക്ടർ, കന്നഡ സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ വൺ ഓഫ് ദി ലീഡിംഗ് ഫ്ലാഗ് ബെയറേഴ്സ് രാജ് ബി ഷെട്ടി, വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വിശേഷം രുധിരം സിനിമ. അതെ, എന്താണ് രുധിരം? വാട്ട് ന്യൂ വേർഷൻ ഓഫ് രാജ് ബി ഷെട്ടി ക്യാൻ വി എക്സ്പെക്ട് ഓഫ് ദിസ് മൂവി? ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. രുധിരമിലെ എൻ്റെ ക്യാരക്ടർ പേരാണ് മാത്യു. അവനൊരു ഡോക്ടറാണ്, വെരി കൈൻഡ് ആൻഡ് വെരി ജനറസ് ഡോക്ടറാണ്. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ട്, അവൻ്റെ ഒരു വേറെ സൈഡും ഉണ്ട്. പിന്നെ ഈ പടത്തിൽ എല്ലാവരും ബ്ലാക്കും വൈറ്റും അങ്ങനെയൊന്നുമില്ല, ഗ്രേ ഷെയ്ഡിൽ വരും. അവരെല്ലാവർക്കും ഒരു രുധിരമിൻ്റെ കളറും ഉണ്ട്, റെഡ്. സോ അതാണ് രുധിരം. ഈ രുധിരത്തിന്റെ മീനിങ് അറിയാവോ? രുധിരം ബ്ലഡ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു കന്നഡത്തിൽ രൗദ്ര അല്ലെങ്കിൽ രുധിര പറഞ്ഞാൽ ഭീകരം. ഓക്കെ, ഒരു ആങ്കർ റാത്ത്. ഞാൻ കേട്ടിട്ടുണ്ട് ദിസ് വാസ് ടെക്നിക്കലി യുവർ ഫസ്റ്റ് മലയാളം ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. അതിനു മുമ്പാണ് പിന്നെ ടർബോയും കൊണ്ടലും ഒക്കെ റിലീസ് ആയത്. അപ്പം ഇത് ആദ്യമായിട്ട് ചെയ്യാൻ വരുന്ന ഒരു മലയാളം സിനിമ ആയിട്ട് മലയാളം ഇതിനു വേണ്ടി പഠിച്ചിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഇതിൽ തുടങ്ങി ആക്ച്വലി. ഓക്കെ, ഇതിൽ എന്താ വെച്ചാൽ ഈ ക്യാരക്ടർ ആക്ച്വലി ഹീസ് എ കന്നഡിക. ഓക്കെ, ഈ സെറ്റിൽഡ് ഇൻ കേരള. അപ്പോൾ എൻ്റെ മലയാളം പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോയി. പിന്നെ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ഇതിനു മുമ്പ് എൻ്റെ മേക്കപ്പ് അസിസ്റ്റൻറ്റും പിന്നെ വേറെ വേറെ ആൾക്കാരുണ്ടല്ലേ, അവരുടെ അടുത്ത് കുറച്ചും കൂടി സംസാരിച്ച് ബെറ്റർ ആക്കി മലയാളം. അപ്പം കന്നഡ സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യാൻ വരുമ്പം ആരെങ്കിലും മലയാളി ആർട്ടിസ്റ്റ് ആരെങ്കിലും മലയാളം അറിയത്തില്ല എന്ന് വിചാരിച്ച് അങ്ങനത്തെ വല്ല രസകരമായ അനുഭവം വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാർ വളരെ അക്സെപ്റ്റിംഗ് ആണ്, ഇതുവരെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ ലാംഗ്വേജിൻ്റെ ഒരു I think we need to respect any language before we work there. അപ്പോൾ അവർക്കും മനസ്സിലാവും, ഈ ആള് I think he's respecting our culture and language. Yeah. I think that's the basic sense. And if somebody expects that, I think that's not a problem. അതങ്ങനെ ചെയ്യുന്നു. അല്ല, ആരെങ്കിലും വന്ന് ഈ ഭയങ്കര കഷ്ടപ്പെട്ട് മലയാളത്തിൽ അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ആരും nobody will tell like that. If you speak Kannada, try to speak Kannada in Bangalore, people will be very happy. ഇവിടെ മലയാളം സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് വളരെ സന്തോഷമാകും. ഓക്കെ, ദർ ഇസ് എ എഫേർട്ട്, അത് അവർക്ക് കാണും. സോ ഐ തിങ്ക് പീപ്പിൾ ആർ വെരി അക്സെപ്റ്റിംഗ്. പീപ്പിൾ ആർ ഗുഡ് ആക്ച്വലി ജനറലി. അപ്പം കേരളം ഇസ് യുവർ സെക്കൻഡ് ഹോം എന്ന് ഞാൻ പറഞ്ഞാൽ അതെ മോശമാവോ? ഇല്ല, ഇവിടുത്തെ ഫുഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടെ തിയേറ്റർ കൾച്ചർ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഫിലിം കൾച്ചർ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ കോസ്റ്റ്യൂം, ഡ്രസ്സ്, ഐ തിങ്ക് ഐ റിലേറ്റ് ലോട്ട് വിത്ത് കേരള. കാരണം 3 സിനിമകൾ ഇപ്പം ടർബോ ആയാലും കൊണ്ടലായാലും ഇപ്പം രുദ്രമായാലും അടുപ്പിച്ച് ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിലും ഒരു നല്ലൊരു പോർഷൻ ഇവിടെ കേരളത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വെൻ ഗോയിങ് ബാക്ക് ടു മാംഗ്ലൂർ, കേരളത്തിൽ നിന്ന് ഒരു മിസ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് എന്തെങ്കിലും ഉണ്ടോ? ഫുഡിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറി? അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ഫുഡും ഞാൻ ആക്ച്വലി കൺസ്യൂം ചെയ്യും. ഇന്നലെ എന്താ മന്തി കഴിച്ചു. ഞങ്ങളുടെ ഫുഡ് അല്ല കേട്ടോ, അതൊക്കെ. ബട്ട് ഇവിടെ നന്നായിട്ട് ചെയ്യും. Okay. For example, you cannot expect the same mandi in other parts of India if you don't know. ഇങ്ങനത്തെ ഇത്ര ക്വാളിറ്റി ആയിട്ടുള്ള മന്തി കിട്ടൂലേ നമ്മുടെ ഫുഡല്ല. അത് കറക്റ്റ്. മോർണിംഗ് പുട്ടുമല്ല, ഇടിയപ്പം പിന്നെ കടലക്കറിയും കഴിച്ചു. പിന്നെ ഇവിടെ നല്ല ഫുഡ് കിട്ടും. ഇപ്പോൾ ബിരിയാണി ആയാലും അത് മുഗൾ ഫുഡാണ് ബേസിക്കലി. ബട്ട് സ്റ്റിൽ ദർ ഇസ് ലൈക്ക് യു സ്റ്റിൽ കോൾ ഇറ്റ് ലൈക്ക് കാലിക്കറ്റ് ബിരിയാണി. കാലിക്കറ്റ് ബിരിയാണി ഒന്നുമല്ല, അത് മുഗളിൻ്റെ ടൈമിൽ വന്ന്. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് കേരള ഓർ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഏത് ഫുഡായെങ്കിലും നമ്മുടെ ഫുഡ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യും, പ്രസൻറ്റ് ചെയ്യും. മന്തി ഇവിടുത്തെ കഴിച്ചിട്ടുണ്ട്. പിന്നെന്താ, പോർക്ക്. നല്ല പോർക്ക് സെറ്റ്. അങ്കമാലി പോർക്കാണ്. അങ്കമാലി ഫുഡ് പോർക്കും കഴിച്ചിട്ടുണ്ട്. അങ്കമാലിയുടെ ആരീസ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു പിന്നെ അപ്പോൾ അതിൽ മറ്റേ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ പോർക്ക് എന്ന് പറയുന്ന സംഭവം. പോർക്ക് മാത്രമല്ല, ഫുഡല്ലേ, കപ്പയും പോർക്കും കപ്പയും ബീഫും വേറെ വേറെ ഇതുണ്ട്. ഐ തിങ്ക് അതിന്റെ ഫസ്റ്റ് ടൈറ്റിൽ സോങ് വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഐ തിങ്ക് അല്ല ഇമ്മേഴ്സ്ഡ് ആവും ആ ഒരു. അത് മാത്രമല്ല, നമുക്ക് വിശപ്പുണ്ടാവും. വി വാണ്ട് ടു ഈറ്റ്, കൊതി ഉണ്ടാവും. സോ പുറത്ത് പോയിട്ട് നമുക്ക് എന്തായെങ്കിൽ ഐ തിങ്ക് വി നീഡ് ടു ഈറ്റ് സംതിങ് എന്ന്. അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്കമാലി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും അങ്കമാലി അറിയും, ഈവൻ ദോ ദേ ഡിഡ്ന്റ് കം ബിക്കോസ് ഓഫ് ദ ഫിലിം. ഒരു ഐഡന്റിഫിക്കേഷൻ ആയല്ലേ. ഏത് നല്ല പടത്തിൻ്റെ ക്വാളിറ്റിയാണ് അത്. അതൊരു കൾച്ചറൽ ലാൻഡ്മാർക്ക് ആവും. ഇപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ പടം കാണുമ്പോൾ മാർട്ടിൻ സ്കോർസെസിന്റെ ആ ടൈമിൽ നമ്മുടെ അമേരിക്കയുടെ സിറ്റുവേഷൻ എന്താ, സൈക്കോളജിക്കലി ആൾക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു, സ്ട്രീറ്റ്സിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ വിയറ്റ്നാം വാർ കഴിഞ്ഞ ശേഷം ആൾക്കാരുടെ മെൻ്റലി അവരെങ്ങനെ സഫർ ചെയ്തു,
അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫിക്ഷണൽ തന്നെ. ഏത് ഫിക്ഷണലായാലും ഒരു റിയാലിറ്റിയുടെ ബേസ് ഉണ്ടല്ലേ, ഐ മീൻ റിയാലിറ്റിയിൽ ഇൻസ്പയർ ചെയ്യും ഫിക്ഷണൽ. അപ്പോൾ അത് അവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് ഫിലിമാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഗംപ്, അവിടുത്തെ എല്ലാ ഹിസ്റ്റോറിക്കൽ ഈവൻസും ആ പടത്തിൻ്റെ സ്റ്റോറിയിൽ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. സോ നല്ല പടം എപ്പോഴും ആക്ച്വലി ആ ലാൻഡിയുടെ കൾച്ചറും പിന്നെ അതിൻ്റെ വേറെ വേറെ ഫുഡും ഇതെല്ലാം ക്യാപ്ചർ ചെയ്യും. അത് അങ്കമാലി ഡയറീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലാൻഡിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്ത ഒരു സിനിമ തന്നെയാണ് ഫസ്റ്റ് സിനിമ ഒന്തുമുത്തേ കഥ. പക്ഷെ അത് ആക്ച്വലി നമ്മളിപ്പം രാജ് ബി ഷെട്ടി കേരള കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു 2024 എന്നൊക്കെ പറയും. കാരണം ടർബോ ഇറങ്ങിയ വർഷമാണ്. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് അതിന് മുമ്പേ ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ഒന്തുമുത്തേ കഥ നമ്മുടെ തമാശ സിനിമയായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം വിചാരിച്ചിരുന്നോ ഓക്കെ ഒരു 4-5 years കഴിയുമ്പോഴത്തേനും യുൽ ബി സെലിബ്രേറ്റഡ് ഹിയർ ഇൻ കേരള? ഇല്ല അതൊന്നും ഇല്ല. ഞാൻ ഒരു ആംബിഷ്യസ് പേഴ്സൺ ഒന്നും അല്ല. പിന്നെ ആ ഒരു ഗോളും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ചെറിയ ചെറിയ വിഷസാണ്. ഇപ്പോൾ ഓക്കെ ഐ ഫൈൻഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ്, ഐ വോണ്ട് ടു ഡു ദിസ്, ദാറ്റ്സ് ഓൾ. പക്ഷേ ഇവിടെ അത് റീമേക്ക് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതിനു മുമ്പ് നമ്മുടെ ടീമുക്കും എനിക്കും കുറേ മലയാളം പടങ്ങൾ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പടം ഇവിടെ റീമേക്ക് ആവുമ്പോൾ നമുക്കത് വളരെ സന്തോഷമാണ്. പിന്നെ ഇവിടെ അത് ഹിറ്റടിച്ച് ഇവിടെ അത് സക്സസ്ഫുൾ പടമായി. അത് ഐ തിങ്ക് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഇഫ് ആർ ഫിലിം ബിക്കംസ് എ ഫ്ലോപ്പ് ഇൻ അതർ ലാംഗ്വേജ് ആൻഡ് ദ പ്രൊഡ്യൂസർ ഡസൻ ഗെറ്റ് പെയ്ഡ് വെൽ, ഐ തിങ്ക് ഐ വിൽ ബി വെരി സാഡ്. പക്ഷേ ഇന്നും ഇപ്പോൾ മോർണിംഗ് അതിൻ്റെ ഐ മീൻ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ചെമ്പൻ വിനോദ്, ഐ തിങ്ക് ഐ മെറ്റ് ഹിം ആൻഡ് വി വർ സ്പീക്കിംഗ് അബൌട്ട് ദ ഫിലിം ഓൾസോ. ഡിഡ് ദ ഫിലിം ഡു വെൽ? നന്നായിട്ട്. ഓക്കെ ഫൈൻ, അപ്പോൾ ശരി. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ കേൾക്കുമ്പോൾ. അടിപൊളി. അപ്പം ഈ പലരും ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ തലമുടി കഷണ്ടി എന്ന് പറയുന്നത്. ആ ഒരു സിനിമ എഴുതുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, അതിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഇത്രയും ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് എങ്ങനെയാണ് ഇത്രയും സെക്യൂർ ആയിട്ട് സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത്? അതെ, ഞാൻ ഒരു ഹിപ്പോക്രറ്റ് ആയിരുന്നു അത് എഴുതുമ്പോൾ ആക്ച്വലി. സോ അത് പടം ആക്ച്വലി അത് ഷോർട്ട് ഫിലിം ആയിട്ട് എഴുതിയിട്ടത്. എന്താ വെച്ചാൽ അപ്പോൾ 3 വർഷം ഞാൻ ആക്ച്വലി ഐ കെപ്റ്റ് ഓൺ റോമിങ് ടു മേക്ക് എ ഫിലിം, ബട്ട് ആക്ച്വലി ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പോൾ എനിക്ക് ഒരു തോട്ട് വന്നു, ഞാൻ എന്തിനാ ഫിലിം ചെയ്യണമെന്ന്. എനിക്ക് അപ്പോൾ മനസ്സിലായി ഐ റിയലി ലവ്ഡ് സ്റ്റോറി ടെല്ലിങ്. അതിന് മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്യുന്നു ഞാൻ. അപ്പോൾ എനിക്ക് പിന്നെ എന്തിനാ ഫിലിം വേണു, എനിക്ക് ഷോർട്ട് ഫിലിം മതിയല്ലേ. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഫിലിം എഴുതി. പക്ഷേ അത് എഴുതുമ്പോൾ എൻ്റെ ബഡ്ജറ്റ് എല്ലാം എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. അപ്പോൾ വർക്കെല്ലാം വിട്ടുമല്ലേ. അപ്പോൾ ഞാൻ ആക്ട് ചെയ്തോളാം, അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം ഐ വിൽ റൈറ്റ്. അപ്പോൾ എന്താ എഴുതാൻ പറ്റൂ? ഓക്കെ, എൻ്റെ തലയിൽ മുടിയില്ല. ഓക്കെ, ഐ വിൽ റൈറ്റ് എ സ്റ്റോറി. ഇറ്റ് ഹാപ്പൻഡ് സോ വെരി റാൻഡംലി ആൻഡ് ഐ റോട്ട് ഇറ്റ്. അതൊരു 20 minutes ഷോർട്ട് ഫിലിം ആയിരുന്നു. അത് ഞാൻ നരേറ്റ് ചെയ്തു എൻ്റെ ഫ്രണ്ട്സ്ക്ക് മാത്രം. വേറെ ആൾക്കാർ ആക്ടേഴ്സ് വന്നാൽ കൊടുക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്ക്ക് മാത്രം നരേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു ഫ്രണ്ട് ആക്ച്വലി പോയിട്ട് അവൻ്റെ ഫ്രണ്ടിക്ക് പറഞ്ഞു, ഇതിലൊരു സീനുണ്ട്, നല്ല സീനാണ്, ഇങ്ങനെ. അവനത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ മീൻ ഹി ടോൾഡ് മീ ദാറ്റ് എൻ്റെ അടുത്ത് 20-25 lakhs മാത്രമേ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റൂ, ഇത് ഞങ്ങൾക്ക് പടം ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല, ഒരു 2-3 ദിവസം എനിക്ക് കിട്ടിയാൽ എനിക്ക് കുറച്ചും കൂടി ഐ ക്യാൻ തിങ്ക്. ദെൻ ഐ തോട്ട് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ഗോട്ട് സം മോർ ഐഡിയാസ് വിച്ച് ഐ തോട്ട് ക്യാൻ ബിക്കം എ ഫിലിം. പിന്നെ അത് ഞാൻ പടം ചെയ്തു, എഴുതി. അപ്പോൾ എനിക്ക് സ്റ്റിൽ ഇൻസെക്യൂർഡാണ്, ഞാൻ ആക്ട് ചെയ്യില്ല, എനിക്ക് ആക്ടിങ് ഒന്നും വേണ്ട. അത് എൻ്റെ അടുത്ത് കാശില്ല, അതൊക്കെ ആക്ടിങ് ചെയ്യണം. ഇപ്പോൾ 25 lakhs ഉണ്ടല്ലേ. അപ്പോൾ പുതിയ ആക്ടേഴ്സ് ആരെങ്കിലും കിട്ടു. ഓക്കെ, 2.5 months വി കെപ്റ്റ് ഓൺ ഡൂയിങ് ഓഡിഷൻസ്, വി കെപ്റ്റ് ഓൺ സെർച്ചിങ്. പക്ഷേ അതിൽ ആക്ച്വലി ഒരു കഷണ്ടിയെ വേണു. വിഗുക്കും ബഡ്ജറ്റില്ല നമ്മുടെ അടുത്ത്, കഷണ്ടിയെ വേണു. പിന്നെ സെക്കൻഡ്, അത് മാംഗ്ലൂർ സ്ലാങ് ആണ്, അതിൻ്റെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് അതിൻ്റെ ആക്ടിങ് വളരെ സട്ടിൽ വേണു. ഈ 3 ക്വാളിറ്റീസ് ഉള്ള ആക്ടേഴ്സ് നമുക്ക് ആഫ്റ്റർ 2.5 months ഓൾസോ ഐ കുഡൻറ്റ് ഫൈൻഡ്. അത് ഞാൻ ആക്ടിങ് I am not able to act because I am not happy how I look on screen. But I am doing a film about beauty complex. Yeah. That is what I called hypocrisy. Oh. But the moment I accepted, okay, fine. If there is nobody, like, the producer told you can do, otherwise there is no other option. Okay, fine. And I started acting. I think because of that film, I completely accepted who I am. Sometimes it's very beautiful. I think your own film teaches you so many things. Yeah. Even without teaching. I think I became very, 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 very secured with who I am
When I saw the footage, I didn't see like, an ugly human. I saw another character and I was very happy with it. ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടിയ അതെ പടമാണല്ലേ? നമ്മൾ എപ്പോഴും I mean we are like that. I think people we give advice before following it. I was trying to do that, but the film was like, or life was like, bro, like, can you just hold on a minute and learn it and then preach it? And that's, I think that's the biggest remuneration from Ondumottai Katha. It made me more secure. അടിപൊളി. ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഓഡ് ടു രാജ്കുമാർ സർ, ദ ലെജൻഡ്. അപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ ഡയലോഗ്സും യു യൂസ് ഇറ്റ് ആസ് സോളിലോക്യൂസ്, നമ്മുടെ മൈൻഡ് വോയിസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? കാരണം ഞാൻ ആ ക്യാരക്ടർ എത്ര ഇൻട്രോവേർട്ട് ചെയ്തു, ആ ഇൻട്രോവേർട്ട്നെസ്സല്ലേ ആ കോമഡി കിട്ടും നമുക്ക്. ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആള്, അവനക്ക് ഒരു പെണ്ണ് വേണു, അപ്പോൾ ഹി ക്യാൻ ഗോ ആൻഡ് അപ്രോച്ച് ആൻഡ് ഐ തിങ്ക് ഹി ക്യാൻ ഫൈൻഡ് ഹിസ് ലൈക്ക് സോൾമേറ്റ്. പക്ഷെ അവന് ഇൻട്രോവേർട്ട് ആയാൽ എങ്ങനെ സംസാരിക്കാൻ അറിയില്ല, അത്ര ഒരു ഷൈനെസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അവനക്ക് ലൈഫിക്ക് ആരായെങ്കിൽ ഗൈഡിങ് വേണു. ആ ഗൈഡ് വന്നാൽ ഇവൻ ആക്ച്വലി ഷെയർ ചെയ്യൂ അല്ലേ? ഷെയർ ചെയ്താൽ ആ ഇൻട്രോവേർട്ട്നെസ് പോവും. അതെ. അപ്പോൾ എനിക്കൊരു പ്രോബ്ലം വന്നു. ഓക്കെ, ഹി നീഡ്സ് ടു ഷെയർ ആൻഡ് സംബഡി നീഡ്സ് ടു ഗിവ് എൻ അഡ്വൈസ്. പക്ഷേ he cannot share. If share ചെയ്താൽ അവൻ ഇൻട്രോവേർട്ട്നെസ് ആവും. I kept on thinking, how can we do that? How can we do that? How can we do that? Then I got the idea of Dr. Rajkumar. What if an ideal human being from Karnataka keeps on guiding him through his song in his mind? അവൻ്റെ ഉള്ളിലാണത്, ആക്ച്വലി ഇല്ല. അത് ആക്ച്വലി പടത്തിൽ ഒരു തവണ ആക്ച്വലി അവർ സൈലന്റ് ആവും. Because he doesn't have an answer. This person doesn't have an answer, and Dr. Rajkumar also doesn't have an answer for that. You did it. Now you face it. So, ആ ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ, ഇത് നമുക്കിപ്പോൾ ഫിലിം ആക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആ പടത്തിൻ്റെ എഴുതുമ്പോൾ. I couldn't find how to crack it. The moment I got this, I was like, okay, now it is solved. Now we can make this a film. അടിപൊളി. അപ്പം ഈ ആക്ച്വലി തമാശയിലേക്ക് വരുമ്പോഴത്തേനും അങ്ങനത്തെ ഒരു ആസ്പെക്ട് വരുന്നില്ല. കാരണം ഒരു ക്യാരക്ടർ ഡിഫറൻസും അത്രത്തോളം ഇൻട്രോവേർട്ട് അല്ല വെൻ ഇറ്റ് കംസ് ടു തമാശ. അപ്പം ആ ഒരു ആസ്പെക്ട് മിസ്സിംഗ് പോലെ ഫീൽ ചെയ്യിച്ചോ വെൻ യു സോ ദ മൂവി? ഇല്ല, ഞാൻ എൻ്റെ പടം മാത്രമേ ചെയ്തു. ഈ പടം ചെയ്യുമ്പോൾ ഐ കെപ്റ്റ് ഓൺ ലുക്കിംഗ് ലൈക്ക് എ സ്റ്റഡി മെറ്റീരിയൽ. ഇപ്പോൾ ഞാൻ ഈ കോൺസെപ്റ്റ് ഇങ്ങനെ പെർസീവ് ചെയ്തു, ഓക്കെ, വേറെ ആൾക്കാർ ഇതെങ്ങനെ പെർസീവ് ചെയ്യും, അത്ര മാത്രം എനിക്ക് മതി. ഓക്കെ, ഇത് ഞാൻ ചെയ്തത് ശരി, അങ്ങനെ ഒന്നുമില്ല. എൻ്റെ നീഡ്സ് ഇതായിരുന്നു, സോ എൻ്റെ ബഡ്ജറ്റ്സ് ഇതായിരുന്നു, സോ ഞാൻ ഇങ്ങനെ ചെയ്തു. സോ ഇവിടെ വേറെ ആൾക്കാർ വേറെ, ഐ തിങ്ക് ദേ ഹാവ് ഡൺ ഇറ്റ് ഡിഫറെൻ്റ്ലി. ഐ ഡോണ്ട് ഹാവ് എനി കംപ്ലയിൻസ് അബൌട്ട് ഇറ്റ്. ഇങ്ങനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ who would be that ideal person in Kerala that if you had written the story for Kerala audience? Actually, no, even in Kannada, we wanted to cast Vinay Fort. Yeah, I've heard of it. അതെന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് അപ്പോൾ അവർക്ക് മാംഗ്ലൂർ കന്നഡ സംസാരിക്കാൻ പറ്റുമോ? ആക്ച്വലി നമ്പർ എടുത്തിട്ടുണ്ട് അവരുടെ നമ്പർ എടുത്തിട്ട്, ഓക്കെ, ഫോൺ ചെയ്യാൻ നമുക്ക് ഒരു ചെറിയ പേടിയാണ്. സോ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ട് അവർക്കൊക്കെ ആ കന്നഡ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് കുറച്ച് പ്രോബ്ലം ആവും. എന്താ ചെയ്യുന്നത് എന്ന് ഒക്കെ ചിന്തിച്ചിട്ട് പിന്നെ നമുക്ക് ഓക്കെ അത് ഫീസിബിൾ അല്ല, നമ്മുടെ ബഡ്ജറ്റേ ഇത്ര ഉള്ളൂ, എങ്ങനെ ചോദിക്കുന്നത്, വേണ്ടാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്താണ് അവർ. യു ടോക്ഡ് അബൌട്ട് കോമഡി ഓൺ ദ മുത്തകഥ. അപ്പോൾ അതിലെ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് പാൻ ഹ്യൂമറാണ്. അത് ഭയങ്കര ഒരു ലൗഡായിട്ടുള്ള ഒരു ഹ്യൂമർ അല്ല, ഭയങ്കര സട്ടലായിട്ട് കോമഡി പറഞ്ഞിട്ടുണ്ടെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പം ഇൻ ദ റൈറ്റിംഗ് പ്രോസസ് ഹൗ കോൺഫിഡൻറ്റ് വേ യു ടു റൈറ്റ് ദോസ് കൈൻഡ് ഓഫ് ഹ്യൂമർ? കാരണം ഫസ്റ്റ് പടമാണ്, നമ്മുടെ ഹ്യൂമറാണ് ഏറ്റവും സെല്ലിംഗ് പോയിന്റ് ആ സിനിമയിൽ. അപ്പം ഇത് ആൾക്കാരിലേക്ക് എത്തുമെന്ന് ഒരു സംഭവം വന്നില്ലേ, ഒരു ഡൗട്ട്? I consider people as very intelligent. Okay. As intelligent as I am. ഇപ്പോൾ ഞാൻ ചില പടങ്ങൾ കാണുമ്പോൾ എനിക്ക് കുറച്ച് ഓൺ ദ നോസ് ആയാൽ, ഓൺ ദ ഫേസ് ആയാൽ എനിക്ക് I'll become off. അയ്യോ എന്താ ഇത്, I don't even want to laugh because there is so much effort. Okay. I think people should become relatable with character, and that is the reason they need to laugh rather than like dialogue jokes. ഡയലോഗ് പഞ്ചസ്. അതാണ് എനിക്കിഷ്ടം. സോ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങനത്തെ പടങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ എനിക്ക് വേണ്ടിയല്ലേ പടം. ഐ തിങ്ക് വി റൈറ്റേഴ്സ് ആർ വെരി സെൽഫിഷ്. വി മേക്ക് ഫിലിംസ് വിച്ച് വി നീഡ് ടു വാച്ച്. ഈ ഒരു പടം ഈ സ്പേസിലില്ല, സോ ഞാൻ ചെയ്തോളാം ബിക്കോസ് ഐ വോണ്ട് ടു വാച്ച് ദാറ്റ് ഫിലിം.
So അത്ര മാത്രമേ ഉള്ളൂ. So I don't think like, people will do that, people will do this. I think people are as intelligent as me and they have proved me right many times in my life when I have done the best of work. അത് മറ്റേ ഒരു ബെഞ്ചിലെ ഒരു സീക്വൻസ് ഇല്ലേ, മറ്റേ പാർക്കിൽ വന്നിട്ട് ബെഞ്ചിലെ ഒരു സീക്വൻസ്, ഭയങ്കര ഓക്വേർഡ് സൈലൻസസ്, വെരി ഓക്വേർഡ്. അതെ, പക്ഷെ എന്നാലും നമുക്ക് ചിരിക്കാനൊരു തോന്നരുത്. അതൊക്കെ അതാ ഞാൻ ചോദിക്കാൻ കാരണം, ഇത് എഴുതുമ്പോ എങ്ങനെ മനസ്സിലാവും? അത് ആക്ച്വലി ആ പടത്തിന്റെ ആക്ച്വൽ പേരാണ് ഫസ്റ്റ് റബ്നെ ജനാദി ബോഡി. So when actually God makes a perfect couple, it is Rabne Banadi Jodi. Yeah. So when he messes up, which he does normally, it is Rabne Janadi Bodi. So that was the actual name. Yeah. But the thing is, many people may not get. Vandu Mattai was much more simpler. And people are like, Idanta Vandu Mattai. So, but still they remember. They might curse me when they hear for the first time. So, but they remember it more. But Rabne Janadi Bodi is also interesting. അപ്പോൾ ഒരു കോമഡി ഫിലിമിന് ഒരു കംപ്ലീറ്റ് ഷിഫ്റ്റ്, ഒരു ഗാങ്സ്റ്റർ പടം ഗരുഡ ഗമന ഋഷഭവാന, പേഴ്സണലി വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ്സ്. ഒരു കന്നഡ മാസ്റ്റർ പീസ് ആയിട്ടാണ് പലരും കൺസിഡർ ചെയ്യുന്നതെങ്കിലും അതൊരു ഇന്ത്യൻ മാസ്റ്റർ പീസാണ്. കാരണം പക്ഷേ ഈ ഒരു എഴുത്തിൽ നോക്കിയാൽ പോലും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കൺവെൻഷണൽ ഗാങ്സ്റ്റർ ഫിലിം. കാരണം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹീറോ വില്ലൻ പ്രോട്ടഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് ഫേസ് ഓഫ്സ് ഇല്ല, അതിലെ പോലീസ് റോള് ഇവർ രണ്ടുപേരെയും കാണുന്ന പോലും ഇല്ല. അങ്ങനത്തെ പല എന്താ പറയുക, ഒരു ഗാങ്സ്റ്റർ പടത്തിൽ കാണാൻ സാധ്യതയുള്ള പല സീൻസും ഇതിനകത്തില്ല. അതിന്റെ റൈറ്റിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? അത് ഫസ്റ്റ് മാർക്ക് ചെയ്ത് നോർമൽ ഗാങ്സ്റ്റർ പടത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന്. സോ ഒരു ഐറ്റം സോങ് ഉണ്ടാവും, ഒരു ബാക്ക് ലൈറ്റ് ഉണ്ടാവും, ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടാവും, ബാക്ക് ലൈറ്റ് ഉണ്ടാവും വരുമ്പോൾ, സോ സിലോയിഡ് ഷോട്ട് ഉണ്ടാവും, ഇടിക്കാൻ കുറേ പേര് വരും, അതുണ്ടാവും, സോ ഫൈറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം വേണ്ട, ഫസ്റ്റാണ് ഇത് വേണ്ട. പിന്നെ അതുവരെ ഞാൻ 3 പടം ചെയ്തു, 3 പടം റിലീസായി, എഴുതി. ഒരു ഒന്നുമൊട്ടയ കഥയാണ്, ചാർലി 777 അത് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അത് റിലീസായ ഇറ്റ് ഡിഡ്ന്റ് റിലീസ് യെറ്റ്. സർക്കാരി ഹിരിയ പ്രാഥമിക ശാല കാസർഗോഡ് അത് റിലീസായി. അതിൻ്റെ സ്ട്രക്ചർ എല്ലാം 3 ആക്ട് സ്ട്രക്ചറാണ്. ഇതിന് മുമ്പ് ഞാൻ ഈ ഷോർട്ട് ഫിലിമിൻ്റെ മുമ്പ് ഞാൻ ഒരു 5 പടം എഴുതിയിട്ടുണ്ട്. അത് നത്തിങ് ബിക്കേം എ ഫിലിം, ബട്ട് അതും 3 ആക്ട് സ്ട്രക്ചറാണ്. ഇപ്പോൾ 8 ഫിലിം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ, ആക്ച്വലി വെൻ ഗരുഡ ഗമനാസ് ബിഫോർ. And before that also I again wrote another film which didn't happen, which might happen like in the future. അപ്പോൾ എനിക്ക് മടുത്തു, ഈ 3 ആക്ട് സ്ട്രക്ചർ മടുത്തു. ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ്, അതും ഇതും, അത് ഒരു റൈറ്റർക്ക് അതിൽ ത്രില്ലില്ല ആ മൊമെൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, ഐ റൈറ്റ് സംതിങ് വിച്ച് സർപ്രൈസസ് ദ റൈറ്റർ ഇൻ മീ. ഐ ടു ഡോണ്ട് നോ വാട്ട് വിൽ ഐ റൈറ്റ്, സോ ലെറ്റ് മീ ടേക്ക് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. അങ്ങനെ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ദാറ്റ് ഈസ് ദ റീസൺ ഇറ്റ് ഈസ് എപ്പിസോഡിക്കൽ. ഗരുഡ ഗമന ഈസ് എപ്പിസോഡിക്കൽ. സോ അവരുടെ ചൈൽഡ്ഹുഡ് ടിക്ക്, ഫസ്റ്റ് ഹുക്ക്, പിന്നെ അവരുടെ ചൈൽഡ്ഹുഡ്, ഓക്കെ, പിന്നെ അവരുടെ മിഡ്, പിന്നെ ഇൻ്റർവെല്ല്, പിന്നെ അവരുടെ ഗ്രോത്ത്, പിന്നെ അവരുടെ ഡെത്ത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എപ്പിസോഡിക്കൽ. ദ ഫിലിം ഈസ് എപ്പിസോഡിക്കൽ. ദർ ഇസ് നോ 3 ആക്ട് സ്ട്രക്ചർ. പിന്നെ ആക്ച്വലി തുടങ്ങുമ്പോൾ എനിക്കറിയോ ഈ 2 പേരും ഫൈറ്റ് ചെയ്യും എൻഡിൽ, ഒരു ഫേസ് ഓഫ് വരും. ബട്ട് എഴുതുമ്പോൾ അല്ല, ദീസ് ഫ്രണ്ട്സ് കനോട്ട് ഫൈറ്റ്. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദേ വിൽ ഫൈറ്റ് എവർ. പിന്നെ എഴുതുമ്പോൾ ഇൻ്റർവെൽ വരെ എഴുതി, പിന്നെ എന്താ എനിക്ക് നടക്കുന്നത് എനിക്കറിയില്ല. സോ ഹൗ വിൽ ദീസ് പീപ്പിൾ ഫേസ് ഈച്ച് അതർ? ഈവൻ ദെൻ ദേ വിൽ ഫേസ് ഈച്ച് അതർ, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു, എനിക്ക് എഴുതാൻ പറ്റത്തില്ല. ഇത് ലൈക്ക് ഐ റിയലി തോട്ട് ഐ വിൽ മേക്ക് പാർട്സ്, 2 parts, and I read first half. It was around 40 pages. How will you make 40 pages of film? Like, it's not even an interval for many people. So it was 80 pages script, that's all. Because there was a lot of silence in the film. Appo okay, I cannot do this. And then I gave break to the whole script for 15 days. Appo enikku aa Brahmayade character ade oru journey undalle, adu enikku varan thodangi. Pinne njan ezhudan start cheyidu. So I didn't wanted him to be a come. See, violence has many faces. Violence has one face of Shiva, which is very violent. He commits violence. Yeah. And there is another person who masters who manages the violence, which is Hari. And there is another person who instigates the violence. Yeah. So the moon violence, the moon stage aanu. Yeah. And everything is a violent. If I want to insult you and go here, I think it's a violent act. Yeah. But just because government has not fixed a crime, punishment for that, we escape from that. I think he does it, and still he's able to speak to his wife and did you eat?
How is the kid doing? That scares me. Normal people changing like that. And that is how, like, you know, I started loving them. I started understanding them. I started understanding violence. So it was as if, like, you know, it was an exchange between the script and the writer. It is not that the writer dominating the script, but it is as if the script is helping me to write. And when I came in, and when the climax, I couldn't finish it at all. After the death of the character of Hari, I don't know, there was something. And then Brahmaya went and slapped the MLA. Yeah. Even then I couldn't finish it. And I didn't even have the next scene. And that is when that surreal scene came where the children bury their old self. If people ask, like, you know, did you plan it? I didn't plan it at all. It was just I ended this scene and, like, you know, I wrote something, and because I couldn't end here. Because I as an audience, I didn't feel complete. Whatever I seeing didn't feel complete. Once I wrote this, I'm like, സോ ആസ് എ റൈറ്റർ ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവ് നിന്നാണ് എഴുതുന്നത്. ഓഡിയൻസ് ഞാനല്ലേ, ഓഡിയൻസ് പെർസ്പെക്റ്റീവ് എന്നാൽ ഞാൻ ഓഡിയൻസ് ആണ്. എനിക്ക് വേണുള്ള പടം എനിക്ക് കാണും. ദ മൊമെന്റ് ഐ ഫീൽ ലൈക്ക്, യു നോ, ഐ ഹാവ് സീൻ ദിസ്, ഓക്കെ, എനിക്കിത് വേണ്ട, അത്രേ ഉള്ളല്ലേ. ഓഡിയൻസിക്ക് എന്താ വേണം നമുക്ക് ഇങ്ങനെ അറിയൂ. നിങ്ങൾക്ക് അറിയായിരുന്നു, ലൈക്ക് ഐ ഹാവൻറ്റ് സീൻ, ബട്ട് കിഷ്കിന്ദ കാണ്ഡം വാസ് ദ നീഡ് ഓഫ് ദ ഓഡിയൻസ് വാസ് സംതിങ് ലൈക്ക്, യു നോ, പീപ്പിൾ ഡിഡ്ന്റ് ആന്റിസിപ്പേറ്റ്. വെൻ ഇറ്റ് റിലീസ്ഡ് ഓൺ ഓണം, nobody anticipated it to be such a big success. When Autumn came, nobody anticipated it to win 3 national awards. So it is films, because it is not audience anticipation. Cinema guides audience. I think we are the first audience. അപ്പം എനിക്കൊരു പേഴ്സണൽ ഡൗട്ടാണ്, ഇഫ് ഐ മേ ആസ്ക്. ഈ സിനിമയിൽ യു ആർ എ ഡോഗ് ലവർ. അപ്പം പല സിനിമകളും ഡോഗ്സ് വരുന്നതുകൊണ്ട്, അപ്പോൾ ഈ ഗരുഡ ഗമന ഋഷഭവാനിൽ വരുന്ന ഒരു ഡോഗാണ്, മറ്റേ റോഡ് വീലർ വരുന്ന സീക്വൻസിലെ. അതിൽ ഐ കൈൻഡ് ഓഫ് ഡ്രൂ എ ലൈൻ ബിറ്റ്വീൻ ശിവയുടെ ക്യാരക്ടറും ആ ഡോഗിന്റെ ലൈഫും. ബട്ട് ദെൻ ദ ഡോഗ് ഇസ് സെറ്റ് ലൂസ് ആൻഡ് ദെൻ ഇറ്റ് ചേസസ് ദി കാർ. ഇറ്റ് എൻഡ്സ് ദെയർ. അതിനൊരു കംപ്ലീഷൻ കിട്ടാത്ത പോലെ തോന്നിച്ചു എനിക്ക്. അത് ഇപ്പോ completion കിട്ടില്ലെങ്കിൽ, that's the only reason you are talking about it. Where did the dog go? Because now you are able to go to the mind of the dog. Where would it go? It is running behind the car. Then what? Adalle, actually, that is the reason. It actually leaves you a question. That should leave you a question. So then imagine, like, you know, it is eating there, that eating there. That you too know. Like, you know, it didn't go home. That is absolutely understandable, because the car went. But the dog doesn't understand it. Why you are leaving it? Because it's such an innocent soul, which was very loyal. I think Shiva is like that only. Like, you know, he has been left behind. Avanikku ariyilla. Enda ende tetenda anikku ariyilla. Ende actually the same quality which made somebody a big gangster, Hari benefited from it. The same qualities has becoming a curse to Hari. And now he needs to leave Shiva. Even he is not wrong. In the practical world, whatever decision he is taking is absolutely correct. But what if you have been kept in the situation of the dog? That, like, you know, you loved the person, you were very loyal to him, and you started biting others when anybody approached to him. Because you thought, like, you know, I'll guard him. But for the same reason, the same person is dropping you. But dog doesn't understand. But humans, we can understand that. Oh my God. That is so painful. I think many of the questions should remain unanswered. Only then it lingers in the mind of the audience. True. അപ്പോൾ ഇതിന്റെ ഒരു ഫ്രെയിമിങ്ങിനെ പറ്റി ഒന്ന് സംസാരിക്കണം. കാരണം ഗരുഡഗമന ഋഷഭവാനിൽ കണ്ടിട്ടുണ്ടോ? പിന്നെ എനിക്ക് അത്ര ഇഷ്ടമുണ്ടോണ്ടാ. ഭയങ്കര ബാലൻസ് ആണ് ഈ ഫ്രെയിംസിലൊക്കെ. എസ്പെഷ്യലി ആ സോങ്ങിൽ പോലും പോസ്റ്റ് കില്ലിംഗ് ഒരു സെക്ഷൻ ഒരു സൈഡ്, ഹരിയുടെ സെക്ഷൻ ഒരു സൈഡ് നിൽക്കുമ്പോഴത്തേനും മറ്റൊരു സെക്ഷനിൽ ആൻഡ് ദെൻ യു ആർ ഡാൻസിങ് ഇൻ ദ മിഡിൽ. അത് ഭയങ്കര ഒരു മെജസ്റ്റിക് സീൻ തന്നെയാണ്, ഒരു സീക്വൻസ് തന്നെയാണ്. അപ്പം ഹൗ ഇമ്പോർട്ടൻറ്റ് വാസ് ദിസ് ബാലൻസിങ് ഓഫ് ഫ്രെയിംസ് ആസ് എ ഡയറക്ടർ? എങ്ങനെയായിരുന്നു? അതോ പ്രവീൺ ഷിയന്റെ സജഷൻ ആയിരുന്നോ ഇങ്ങനെ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്? അത് ബ്ലോക്കിംഗ് അത് എഴുതിൽ വന്നിട്ടുണ്ട്. സോ വൺ സൈഡ് ഇവർ വരൂ, വൺ സൈഡ് ഇവർ വരൂ, മിഡിൽ നമ്മൾ ഡാൻസ് ചെയ്യും. എന്താ വെച്ചാൽ എല്ലാ സ്റ്റില്ല് വേണു ആ ഫ്രെയിമിൽ. സോ ദാറ്റ്സ് ദ റീസൺ ഐ ഹാഡ് ടു മേഡ് ഹരി ടു ഹോൾഡ് ദ ഗൺ. ഇല്ലെങ്കിൽ അവർ വരുമല്ലേ. അതെ. അപ്പോൾ ആ ഫ്രെയിമിൽ ഇത് കിട്ടൂല, എന്താ സൈലൻസ് കിട്ടൂല. ആ സൈലൻസ് കിട്ടിയാൽ മാത്രമേ ഈ ക്യാരക്ടർ അത്ര മെജസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റൂ. എല്ലാവരും മൂവ് ചെയ്താൽ, ഇപ്പോൾ അതിൻ്റെ ബാക്കിലൊരു വണ്ടി വന്നാൽ അത് പോയി. ഇല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഇഫ് ദേ കെപ്റ്റ് ഓൺ മൂവിങ് ഓർ ഷേക്കിംഗ്, ദ ഫ്രെയിം ബാലൻസ് ഇസ് ഗോൺ. ഇറ്റ് ഈസ് ജസ്റ്റ് എവറിഥിങ് ഇസ് സ്റ്റിൽ. ഐ വാണ്ടഡ് ടു ടെൽ ടൈം became still. So that's the reason everybody is still and this one person is just dancing. That's the reason it hits you. It is a part of writing or blocking. So ആ ബാലൻസ് വേണു. എന്താ വെച്ചാൽ ഒരു സൈഡിൽ ഇവർ, ഒരു സൈഡിൽ ഇവൻ. പക്ഷെ ഇവന് മിഡിലാണ്.
ഇവൻ മൈൻഡും ചെയ്യൂല. ഇവർ ഒന്നും വേണ്ട അവനക്ക്. He is not dancing for them, he is not dancing for him, he is not dancing for the audience. He is dancing because he is the Shiva. He is dancing the dance of destruction. He is just dancing. So I think we did that. That's the reason we captured it from the long lenses. So long lenses or a cinematic quality ഉണ്ട്. അതിൽ നമുക്ക് character, even though it looks near, it is far from us because of the depth of focus. We understand that it doesn't make us look like the character is very nearby us. We are seeing him in real. It is as if like, he is far from us. So that's the reason we used block lenses and we used highest depth of focus and that is how we captured. Also noticeable ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജംപ് കട്ട്സും പെട്ടെന്ന് സ്ലോ മോഷൻ പോയിട്ട് വേണമെങ്കിൽ ഫാസ്റ്റ് മോഷൻ ആവും. അങ്ങനത്തെ ഒരു ജമ്പ് ഉണ്ട്. അപ്പം ആസ് എ ഡയറക്ടർ ഇത് പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണോ? റൈറ്റിംഗ് സ്റ്റേജിൽ വേണോ അത്? So why, if you ask like, why is it, it should have a psychological meaning. So it is as if like, I'll tell you exactly where and all it comes. For example, Shiva will go and sit after the fight first time. So and apo narration thodangu like, if you ask anybody about Hari, you know where is he from. But if you ask about Shiva, no one knows. So no one knows the answer, but a story will come. Apo so it will start, he'll come and sit, it will still, but the camera moves and it comes slowly and it becomes slow motion and he's not looking at the camera. He's very annoyed with the fight of the cricket. He's just looking at the cricket and like, he's just looking there. And then ഒരു ജർക്ക് വരും. ആ ജർക്ക് എന്തിനാ അവൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഫ്ലാഷ് ബാക്ക് അല്ലേ വരുന്നത്. സോ ഇറ്റ് ഈസ് ഫ്രം ഹിസ് സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. വരുമ്പോൾ ആ ഒരു ജാറിങ് നേച്ചർ അവൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഉണ്ട്. അതിക്ക് വേണ്ടി ആ ജാറിങ് ആയിട്ട് വരും. നിങ്ങൾക്കത് മനസ്സിലാവുന്നത് ഇതെന്താണ്, അത്ര സ്മൂത്തായിട്ട് പോയിട്ടുള്ള ഷോട്ടിൽ ഇതെന്തിനാ ജാർ, അവൻ്റെ ചൈൽഡ്ഹുഡ് സ്റ്റോറി അല്ലേ. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ആ ജാറിങ് അവൻ്റെ ചൈൽഡ്ഹുഡിലുണ്ട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ആ മീൻ കട്ട് ചെയ്യുന്ന സീനിൽ അത് സോ ഷി വിൽ കട്ട് ബിക്കോസ് ഇറ്റ്സ് എ വെരി ഓർഡിനറി ലൈഫ്. ബട്ട് ആ ഓർഡിനറി ലൈഫിൽ സഡൻ ആയിട്ട് സ്ലോ ആവും ബിക്കോസ് വി ആർ ടെല്ലിങ് ദാറ്റ് ഓക്കെ ആൻറ്റിസിപ്പേറ്റ് സംതിങ്, ദർ ഇസ് സംതിങ് എക്സ്ട്രാordinary ഹാപ്പനിങ് ഈവൻ ഇൻ ദ ഓർഡിനറി ഡേ ഓഫ് ദിസ്. അപ്പോൾ അവൾക്ക് സ്മെല്ല് വരും. Then she again walks in a normal phase and then everything becomes slow motion because time has become still because something is coming out of the well. Post that നമുക്ക് സ്വാതിമുത്തനെ അത് കണ്ടിട്ടില്ല, ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല, പക്ഷെ ക്യാരക്ടേഴ്സിനെ വായിച്ചിട്ടുണ്ട് ഞാൻ അതിനെ പറ്റി. സോറി ട്ടോ. അപ്പം അതിൽ ഞാൻ പക്ഷെ അറിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ യു ആർ എൻ എഡിറ്റർ ഫോർ ദാറ്റ് മൂവി. I work with my brother. So I love editing actually. For example, a trailer of Garuda Gamana was edited by me. I like editing. I love editing. I love editing. Yeah, Praveen is a fantastic editor. Praveen Shreyan is my cinematographer and editor. So Athimuthana Malayani, it was not like, I wanted to be editor or something. Adu namakku actually we shot in 18 days. പക്ഷെ ആ ചെറിയ പടാണല്ലേ, നമുക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷൂട്ട് ചെയ്തിട്ട് അതൊരു സ്മോൾ ഒരു ലൊക്കേഷനിൽ നടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ലൈറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ട് അത് ലൈൻ അപ്പ് ചെയ്തിട്ട് എൻ്റെ ബ്രദർ, എൻ്റെ അനിയനുണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് എഡിറ്റിംഗ് ചെയ്യും, അവനും ഞാനും. അപ്പോൾ അത് ഫൈനലി കാണുമ്പോൾ ഓക്കെ അത് ഓൾമോസ്റ്റ് ഫിൽമായി. അപ്പോൾ പ്രവീൺ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇതെങ്ങനെ ഉണ്ട്, അത് പോട്ടെ കുഴപ്പമില്ല എല്ലാവരും. അപ്പോൾ അഭിനയിക്കുന്നതിൻ്റെ കൂടെ സ്പോട്ട് എഡിറ്റിങ്ങും ചെയ്യും. അത്ര ടൈം ഉണ്ടാവും അതിൽ. നോർമലി ഡയറക്ഷൻ ചെയ്യുമ്പോൾ രണ്ട് മേജർ റോൾ അല്ലേ. ഒന്ന് മൊട്ടത്തിൽ എല്ലാ മോസ്റ്റ് ഓഫ് ദ ഫ്രെയിംസ് ഞാൻ ഉണ്ട്. ഗരുഡഗമനയും വലിയ ക്യാരക്ടറാണ്. പക്ഷെ സ്വാത്തിൽ അങ്ങനെയല്ല. സ്വാത്തിൽ എൻ്റെ ഒരു ക്യാമിയോ ആണ്. അപ്പോൾ എനിക്ക് ഇത് നോർമലായി. എനിക്ക് എന്താ ആക്ടിങ് പിന്നെ ഡയറക്ഷൻ നോർമലായി. ഇപ്പോൾ എനിക്ക് വർക്കില്ല. അപ്പോൾ ലൈറ്റിങ് എല്ലാ പ്രാക്ടീസും ചെയ്തിട്ടുണ്ട്, ബ്ലോക്കിങ്ങും ചെയ്തിട്ടുണ്ട്, ലൈറ്റിങ് എല്ലാം അറിയും, എല്ലാ വിവരം എല്ലാവർക്കും അറിയും. ഒരേ ലൊക്കേഷൻ അല്ലേ ഞങ്ങൾ അവിടെ താമസിക്കുന്നത്, അവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പുറത്തെ റൂമിൽ നമ്മുടെ താമസിക്കുന്നത്, ഇവിടെ ഷൂട്ടാണ്. So me, Praveen were staying there only. So everybody knows what to do. So like, before lighting and all, okay, capture it, okay, fine, editing. പിന്നെ വന്നിട്ട് എൻ്റെ സീനൊന്നുമില്ല, അവളുടെ സീനാണ്, ഓക്കെ ഫൈൻ, ഓക്കെ. She is a fantastic actor. Siri is a fantastic actor. അപ്പോൾ അത് ഈസിയാണ്. അത് അവൻ ചോദിക്കട്ടെ, ആക്ടറാണ്, ഡയറക്ടറാണ്, സ്ക്രീൻ റൈറ്ററാണ്, എഡിറ്ററായി പാട്ടും പാടിയിട്ടുണ്ട്. ലൈഫ് ഉണ്ട് ഒരു റാപ്പ് പോലെ, അതും ആക്സിഡന്റ് ആയിട്ട് ഓക്കെ. എന്നാലും ഇതിൽ എത്രയും ചെയ്തിട്ടും നമ്മൾ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വൺ ഗോ ടു
ഒരു ടാസ്ക് അല്ലെങ്കിൽ സ്കിൽ അതായതായിരിക്കും? റൈറ്റിംഗ് തന്നെ. റൈറ്റിംഗ്, നോട്ട് ഈവൻ ഡയറക്ഷൻ. റൈറ്റിംഗ് ഫസ്റ്റ്, ഡയറക്ഷൻ നെക്സ്റ്റ്. അടിപൊളി. നമുക്കെന്നാൽ ഒരു പല ഇൻ്റർവ്യൂസ് പല ടോക്സിലും കണ്ടിട്ടുള്ളത് ഭയങ്കര റാൻഡമായിട്ട് പറഞ്ഞു പോകുന്ന സാറ് പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും ആക്ച്വലി ഭയങ്കര വലിയ കോട്ട്സ് ആണ്, കൊട്ടേഷൻസ് ആണ്. അത് ഞാൻ കണ്ടു ഇവിടെ എല്ലാം അത് ഷെയർ ചെയ്തു. അതെ, ഒരു റിയൽ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, അതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. അത് നമുക്ക് ചെയ്താലോ? ഓക്കെ. ഫസ്റ്റ്, സം സിനിമ മെയ്ഡ് ടു ടച്ച് ലൈഫ് വൈൽ സം സിനിമ ആർ മെയ്ഡ് ടു ഫൊർഗെറ്റ് ലൈഫ്. നമ്മുടെ ഈ ആർട്ടിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ആർട്ട് ഫോർ ആർട്ട് സേക്ക്, ആർട്ട് ഫോർ ലൈഫ് സേക്ക് എന്ന് പറയുന്നത്. what category do you belong to? I think എൻ്റെ സിനിമയുടെ ഒരു ലവ് ഉണ്ട്. It is only because it is made out of life. If cinema cuts me from life, I think I would quit cinema first, because life is very important to me. So I think that I belong in that category. And the beauty of cinema for me is the moment I involve in cinema, I meet fantastic people. I have fantastic experience. ഇതെല്ലാം ലൈഫിയുടെ പാർട്ടാണ്. I become enriched as a human being in life. So that is the only reason I do cinema, because my life has been enriched by cinema. Not because without cinema I don't live. No, I live. Definitely I live. അതായിരുന്നു എൻ്റെ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റും. അതായത് സിനിമ ഈസ് യുവർ പേർപ്പസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സിനിമ ഫോർ യു? That's what I told. Like a cinema is a mirror that helps me to see myself a little more better every single day. Adana cinema purpose. So because there is a lot of pressure here. Ivide nalla fame undu, panamum undu, aalkar maaru, nangalum maaru, our transformation phase varu, pinne manasilavu, oh I did a mistake here. Ivide mistakes actually you can do mistakes very easily in this field, and you can do the right things also very easily. And എല്ലാത്തിക്കും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ്സും കോസ്റ്റ്ലി ആയിട്ടുള്ള പേയ്മെൻറ്റ്സും ഉണ്ട്, പണിഷ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് കിട്ടും. വേറെ ഫീൽഡിൽ ഇത്ര കിട്ടുമോ എനിക്ക് അറിയില്ല, ബട്ട് ഐ ലവ് ദിസ്. ബ്യൂട്ടിഫുൾ. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഡോണ്ട് ബിലീവ് ഇൻ ആക്ടിങ് but in becoming the character and sitting in front of the camera. As an actor, എന്താണ് ഒരു പ്രോസസ്സ്? See, അത് എല്ലാ ഇതിൽ it doesn't happen in every character that we play. Okay. See, what happens is, somebody asked me yesterday, when I go and sit in front of the camera, I'm not trying to cry, trying to cry. I'm just sitting there, becoming that character, imagining the entire story of the character, even that which is not written in the script. That is not there in the script. It is only, the script didn't had a brother. The brother died in the first scene. Yeah. But you will create scenes where you've spent the fantastic moments with brother, and you are sitting and remembering him. You're not trying to cry. That is acting. You're trying to sit, but suddenly your brother's memory comes. And you're trying to fight it out, but it is not going. That's all. Whatever comes, that is acting. Rather than okay, I'll cry greatly so that audience can cry with me. I think, no. And the beautiful acting is not crying. It is, you want to cry, but you are trying to control your crying, but still you are not able to. I think that is a better way to approach any scenes where you want to cry. Because that is how human beings do. Yeah. We don't cry. We try to control, but still, in spite of us, it will come. അതാണ് റിലേറ്റബിലിറ്റി. ഇതൊരു മെത്തേഡ് ആക്ടിങ്ങിന്റെ ഒരു വീഴത്തിൽ മെത്തേഡ് ആക്ടിങ് ഹാസ് ബീൻ മിസ്അണ്ടർസ്റ്റുഡ് ഫോർ എ വെരി ലോങ് ടൈം, ആൻഡ് സംടൈംസ് സെൽഫ് ഹാം ഈസ് കൺസിഡേർഡ് മെത്തേഡ് ആക്ടിങ്. അങ്ങനെയൊന്നുമില്ല. ഐ തിങ്ക് മെത്തേഡ് ആക്ടിങ് ഈസ് one part which I don't think I have understood it to the fullest of potential, but I create my own methods so that for example, if I'm sitting here and it's a hotel and it's a set, then I need to imagine the sound of a waiter shouting there, and I need to imagine the smell of a masala dosa. I need to imagine a juice mixer grinder going on, and then I need to speak my girlfriend. These are my method. It's not about speaking here. It's about the whole sound, and then I need to see whether somebody is seeing us. So everything I need to do, and then that is the method. It's not only about the dialogue. So those are the preparations that we need to do in our head. So those are the things that we do.
rather than sitting and like, you know, becoming the character and then coming out to the set. For unfortunately, like, you know, many a times it is not feasible and possible. I am playing something in a character in a road, and we have only half an hour to shoot. So I need to, like, you know, think like how to solve that problem and still give a great performance, rather than like, you know, taking it 3 days and giving a great scene. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് കുറേ restrictions ഉണ്ട്. വേറൊന്നും ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഭാഷ വായിക്കാൻ പഠിക്കണമെന്നാണ് ആഗ്രഹം. പഠിക്കണം, സോ ദാറ്റ് യു ക്യാൻ റീഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. റീഡിങ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. റീഡിങ് ഫേവറേറ്റ് എനിക്ക് I think I have read a lot after my education. Like, you know, till then I didn't read anything, but I was reading storybooks, that's for sure. So I love because, see, the moment you read great writers, for example, I read a book called The Stranger by Albert Camus. So have you read it? ഇല്ല, വായിച്ചിട്ടില്ല. ആൽബർട്ട് കമ്യൂ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ പഠിച്ചു നിങ്ങൾ? ഞാൻ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആൽബർട്ട് ക്യാമുടെ The Stranger പറഞ്ഞിട്ടൊരു ഇതുണ്ട്. He creates a character which I haven't seen in cinema at all. Because it's so hard to create in cinema. And you will be shocked because the character is so very not likable. അവൻ്റെ ക്വാളിറ്റി, അവൻ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. പക്ഷേ that is the reason he gets punished. And you know that he has not done that mistake. Or that now he becomes likable for you. Because he is getting punished for something which has not done. അപ്പോൾ നമുക്കൊരു വേദനയാവും, അയ്യോ ഇയാൾക്ക് എന്തിനാ ഇങ്ങനെ ആയിന്ന്. ബ്യൂട്ടിഫുൾ അല്ലേ? Normally how we write cinemas, we create characters which are likable and we try to make it more likable. But ഇവിടെ ഒരു കംപ്ലീറ്റ് അൺലൈക്കബിൾ ക്യാരക്ടർ പിടിച്ചിട്ട് അവൻ്റെ സ്റ്റോറി, ഫാന്റാസ്റ്റിക് റൈറ്റിംഗ്. പിന്നെ അവരുടെ ദ ഫാൾ പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. അത് ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റ് വരെ മോണോലോഗാണ്. ഹിസ് ജസ്റ്റ് ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്. ദർ ഇസ് ഓൺലി വൺ ക്യാരക്ടർ ടോക്കിംഗ്. പക്ഷെ അതിലും ഒരു സ്റ്റോറി ഉണ്ട്. ഹൗ കെൻ യു ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്? ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. Then I'll read something very commercial. For example, I read books like there is a Japanese writer called as Kigo Higashino, The Devotion of the Suspect X. പിന്നെ Malice, MALICE. ആ ബുക്ക് കാണുമ്പോൾ എനിക്ക് ഐ എം നോട്ട് അറ്റ് ഓൾ ഹാഫ് എ റൈറ്റർ ദാറ്റ് ദിസ് പേഴ്സൺ ഈസ്. അത് മനസ്സിലാവും നമുക്ക്. എന്താ റൈറ്റിംഗ്, ത്രില്ലർ, കമേർഷ്യൽ. ബട്ട് നെറ്റി പോവും കാണുമ്പോൾ. അയ്യോ, ഓക്കെ, വാട്ട് എവർ വി ആർ റൈറ്റിംഗ് ഈസ് നോട്ട് ഇനഫ്. അത് നമുക്ക് മനസ്സിലാവും. There is somebody who is doing so fantastic. So let us take we will never copy. But let us think that there is something that is greatness. We don't need to arrive at greatness at all. But let's do the best that this machine can. So that, like, you know, we won't cheat our audience. അപ്പോൾ എപ്പോഴെങ്കിലും എഴുതാൻ പ്ലാൻ ഉണ്ടോ? ആസ് ഇൻ നോവൽസ്, ഫിക്ഷൻസ്, നോൺ ഫിക്ഷൻ? I don't know. Because there is nothing that I have seen which cannot be a film. Rather than, I mean, if something cannot be a film, I need to make it a novel, I would write it. That hasn't come to my mind till now. ഓക്കെ, ഇനി നമുക്ക് കൊളാബറേറ്റീവ് വർക്ക്സിനെ കുറിച്ച് പറയാം. കാരണം ഋഷഭ് ഷെട്ടിയുടെ കാന്താരയിൽ യു റോട്ട് ദി ലെജൻഡ് സ്റ്റോറി, ഓൾസോ ഷോട്ട് ദി പോർഷൻ, മറ്റേ തെയ്യം വരുന്ന പോർഷൻസ് രക്ഷിത് ഷെട്ടിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമൺ കൊളാബറേറ്റേഴ്സ് ആണ് മിഥുൻ മുകുന്ദൻ, പ്രവീൺ ശ്രീയൻ, റോണക് സേവിയർ കോസ്റ്റ്യൂംസ്. അപ്പം മേക്കപ്പ്. അപ്പം ചോദിക്കട്ടെ, ഈ ഒരു സർക്കിള് ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇവരൊക്കെ ടെക്നിക്കലി സ്പീക്കിംഗ് മറ്റേ ദി ഷെട്ടി ഗാങ് എന്ന് പറയുന്നത് കന്നഡ സൂപ്പർ സ്റ്റാർസ് ആണ്. അപ്പോൾ അവരൊക്കെ വിളിക്കുമ്പോഴത്തേനും യു ആർ ഓൾസോ സൂപ്പർ സ്റ്റാർ ഇൻ യുവർ സെൽഫ്. എന്നാലും അപ്പോൾ does ever ego come into play? It has not come with while we are making Kantara. It didn't come because Rishabh knows what is best in me and I know what is very good in him. So we don't interfere when that best comes. ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും ഋഷഭ്, അത് വേണ്ടാന്ന്, because he listen. And I am not dominating also. I am speaking to a very close friend who would understand cinema and he'll also know that, okay, I am doing something better for his film. So, and whenever he is in complete energy, he can tell the same thing to me. He has that energy to have great collaboration. With Rakshit, I don't think like, and that's not the only thing. When you write, that is, for example, when I was writing Sarkari Hiriya Prathamika Shale, that is not my film at all. I know for whom I am writing. So
I am not at all playing with structure. I am trying to better the same thing that is in the director's mind. A collaboration only. So it is not that my ego that like, you know, I am a writer. illa avarude padam avarude vision aanu adukku vendi njan avade ullathu. So I think I have done that. With Rakshit I have wrote that film has not started yet. There was something called as Midway to Moksha, which should have been directed by Rakshit. അത് ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി ഐ എം വെരി ക്യൂരിയസ് ടു നോ വാട്ട് ഡു യു വാണ്ട്. സോ എനിക്കിത് വേണം. വൈ ഡു യു വാണ്ട് ദാറ്റ്? ഓക്കെ, എനിക്ക് ഇതൊക്കെ വേണ്ടി. ഓക്കെ ഫൈൻ. ദെൻ ഐ അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ്, ദെൻ ഐ അപ്രോച്ച് ഇറ്റ്. ദെൻ ഐ ടെൽ ദസ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ഡൺ. ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ അത് എൻഡ് അങ്ങനെ ഉണ്ടാ. ഓക്കെ, ദാറ്റ്സ് ദ വേ. വാട്ട് ഈസ് ദാറ്റ് ടു ബിക്കം ലൈക്ക് ടു ഈഗോയിസ്റ്റിക് അറ്റ് ദാറ്റ്. പിന്നെ മിഥുൻ, see all the credit that the Swati Muttine Malahaniye, the beautiful music of Garuda Gamana Rishabhavahana or Onnu Muttaye Kathe should go to Midhun Mukundan, because he single-handedly completely took the responsibility for the sounding of the film. How the film sounds is because of him. I only selected, like for example, I need Mahadeva song there or Chandrachuda song there. I need the same song. That's director decision alle. പിന്നെ അതിൻ്റെ മ്യൂസിക് ഇവിടെ ടേപ്പ് റെക്കോർഡിൽ പോയിട്ട് അത് ഈ വെർഷനിൽ മാറും. ബട്ട് എങ്ങനെ ഇതാവും? പിന്നെ എൻഡിക്ക് ഗരുഡ ഗമന നമ്മ പുറന്തര വിട്ടലാണ് പ്രാണപ്രിയനു നീ ആ ലൈൻ വരുമ്പോൾ എനിക്ക് മ്യൂസിക് ഒന്നും വേണ്ട, ജസ്റ്റ് ഇത് വേണു. ബിക്കോസ് ഹിൽ ബി ഹോൾഡിങ് ഹിസ് ഹാൻഡ് ആൻഡ് വാക്കിംഗ്. അതെനിക്ക് ഒരു ഇമോഷണൽ ആയിട്ട് വരണം. പക്ഷേ നമ്മൾ അണ്ടറിൽ ചെയ്തിട്ട് ഇമോഷൻ ചെയ്യൂല. ജസ്റ്റ് ഐ നീഡ് ഓൺലി വോയിസ്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ഗിവ് ദ ബെസ്റ്റ് ഓഫ് വേർഷൻ. And Praveen and we understand cinema exactly in the same way. So I think even now Praveen is working in one of our production as completely creative in charge. He is taking care of that project. അവരുടെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിംഗ് ആണ് നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ചകളും പിന്നെ അങ്ങനത്തെ ഇമ്പാക്റ്റും കൊടുത്തത്. പിന്നെ റോണക് സേവിയർ ഇല്ലാത്ത ഐ കാൺട്ട് ഈവൻ ഇമാജിൻ ദ മേക്കപ്പ് ഓഫ് ഗരുഡ ഗമന വെൻ ദാറ്റ് കിഡ് കംസ് ഔട്ട്. അത് അത്ര ഗംഭീരമായിട്ട് അത് നമുക്ക് ഇമ്പാക്റ്റ് കിട്ടും. I think he has done fantastic, and I would never leave Ronex. Any film I do, Ronex would be there, definitely. ഓരോ സിനിമ ആസ്പിറൻസിനും യു ആർ ആൻ ആബ്സല്യൂട്ട് ഇൻസ്പിറേഷൻ. കാരണം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് സിനിമ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരാളാണ് ഇപ്പം യു ആർ മേക്കിംഗ് ഗുഡ് ക്വാളിറ്റി, വെരി ഹൈ ക്വാളിറ്റി കന്നഡ ഫിലിംസ്. അപ്പം സിനിമ ആസ്പിറൻസ് ഉള്ളത്, ആസ് എ പേഴ്സൺ ഹു സ്റ്റാർട്ടഡ് ദ സിമിലർ വേ, വാട്ട് കൈൻഡ് ഓഫ് അഡ്വൈസ് ഓർ വാട്ട് വുഡ് യു ടെൽ ദോസ് സിനിഫൈൽസ്? I don't think I am too very knowledgeable to give an advice, but I would ask them to be curious about everything that they do. Everything. Every single thing. For example, if I didn't know how hypocrite I am, I wouldn't have been made a character like Janardhan of Onnu Muttaye Kathe. I was curious about, like, I know I'm not able to control, but still, let me observe. Why am I so much hypocrite? So then my character becomes exactly like me, and it relates with the audience, because most of the people are like that. They are like, oh, we to do this, but we don't understand this. I think it's very important to be curious about life. And it is not that we try to read because we need to become a filmmaker. We try to eat curiously because we need to become a filmmaker. Angane onnu alla. Because we are curious, we can be anything. We can be filmmaker, or we can be best auto drivers also, as well. But anything is possible. But the curiosity is the main thing. I think we need to be curious about life. We don't know. This 250-gram brain cannot actually capture the whole of existence. There is so much to know, and there is so much people to meet, so much to experience. Our openness in Inge, adu madi, athara madi. Top 5 directors or writers who have inspired you? 5 അല്ലെങ്കിൽ 3 കംഫർട്ടബിൾ ആണ്? 5 അല്ല, ഇല്ല, മാർട്ടിൻ സ്കോർസെസെ, അനുരാഗ് കശ്യപ്. സിനിമയുണ്ട് ഇവരുടെയൊക്കെ എന്തെങ്കിലും പെർട്ടിക്കുലർലി ഇൻസ്പയർ ചെയ്തത്? അതെ, എനിക്ക് എൻ്റെ ടാക്സി ഡ്രൈവർ, റേജിംഗ് ബുള്ള്, മീൻ സ്ട്രീറ്റ്സ്, ഗുഡ് ഫെല്ലാസ്, അനുരാഗ് കശ്യപ്, അഗ്ലി, ഗാങ്സ് ഓഫ് വസേപൂർ, ദിലീപ് പോത്തൻ്റെ പടങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, തൊണ്ണി മുതലും ദൃക്സാക്ഷിയും, മഹേഷിൻ്റെ പ്രതികാരം, ശ്യാം പുഷ്കറിൻ്റെ റൈറ്റിംഗ്, പിന്നെ പുട്ടണ കണകാൽ കന്നഡത്തിലെ അവരുടെ പഴയ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഉപേന്ദ്ര. 6 പേരായി. എക്സ്ട്രാ തോന്നുന്നു. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്, യു ആർ എ ഭയങ്കര ഹാർഡ് കോർ പ്രാങ്സ്റ്റർ ആണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ അറിയും? അതൊക്കെ ഞാൻ കേട്ടു. അപ്പം
ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പുൾ ഓഫ് ചെയ്ത എന്തെങ്കിലും പ്രാങ്ക്സ് ഉണ്ടോ? കുറേ ചെയ്തിട്ടുണ്ട്. എന്താ പറയാൻ പറ്റുന്ന? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 1100 ടൈമാണ് ഡിഗ്രിയിൽ. അപ്പോൾ 100 മെസ്സേജ് ഫ്രീ ആണ്. അപ്പോൾ അവനൊരു ഹീസ് ലുക്കിംഗ് അറ്റ് എ ഗേൾ ഹൂ ഇസ് എ ജൂനിയർ ആൻഡ് ഈസ് ടോക്കിംഗ്. വൺ ഡേ ഹി ടുക്ക് ദ നമ്പർ. എക്സാമ്പിൾ അവളുടെ പേര് എനിക്കറിയൂ, ജ്യോതി എക്സാമ്പിൾ. അപ്പോൾ എൻ്റെ ഒരു ഇന്നർ ഫ്രണ്ട് ഉണ്ട്, ഇവൻ്റെ അടുത്ത് ഫോൺ വായിച്ചിട്ട്, അപ്പോൾ ലോക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ, കാണാൻ എന്താണ്ട് ഫോണല്ലേ. സോ അവളുടെ ജ്യോതിയുടെ പേര് ദീപക് എന്ന് വെച്ചു നമ്പർ. ദീപക്കിൻ്റെ പേര് ജ്യോതി എന്ന് മാറ്റി. നൈറ്റ് പോയിട്ട് ദീപക് മെസ്സേജ് ചെയ്തു, ഹായ് ഡിയർ ഹൗ ആർ യു, ജ്യോതി. ആള് നെട്ടിപ്പോയി, അയ്യോ ഇതെന്താ. പിന്നെ അപ്പോൾ എല്ലാവർക്കും അറിയൂ എൻ്റെ ഫ്രണ്ട് കൂടി എത്ര ഷർട്ട് ഉണ്ട്, ഏത് കളർ ഷർട്ട് ഉണ്ട്, എത്ര ടീഷർട്ട് ഉണ്ട്, എത്ര ജീൻസ് ഉണ്ട്, അതും നമുക്കറിയും. 2-3 ജീൻസ് ഉണ്ട്, ഒരു 4 ടീഷർട്ട് ഉണ്ട്, ഒരു ചുവപ്പ്, അങ്ങനെ. അവൻ്റെ അടുത്ത് ചുവപ്പ് കളർ ടീഷർട്ട് ഇല്ല, അത് നമുക്കറിയും. അപ്പോൾ ഇവൻ ദീപക്കിൻ്റെ ഫോണിൽ മെസ്സേജ് ചെയ്തു, ഡിയർ വി ആർ ഗോയിങ് ടു ബീച്ച് വിത്ത് മൈ സിസ്റ്റർ. അപ്പോൾ സിസ്റ്ററുടെ കൂടെ പോയാൽ വലുത്, 2 പേരും അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ. സോ ക്യാൻ യു പ്ലീസ് കം ടുമോറോ വിത്ത് റെഡ് ടീഷർട്ട്. ഇവൻ്റെ അടുത്തില്ല റെഡ് ടീഷർട്ട്. ഇവന് വേറെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് ഇവൻ്റെ ഇത് ഹോസ്റ്റലുണ്ടായിരുന്നു, സോറി, നെക്സ്റ്റ് റൂംമേറ്റിക്കെല്ലാം പോയിട്ട് നിൻ്റെ ടീഷർട്ട് തരാൻ പറ്റൂ. അപ്പോൾ മോർണിംഗ് ഒരു ചുവപ്പ് ടീഷർട്ട്, like he is wearing a red t-shirt and he came to college and we are working on something and we are physically working on something in college, because at that time any festival, college fests and all, we need to put this thing and all, and we are trying to do that. അപ്പോൾ ഇവൻ വന്നു, കുറച്ച് ഇത് പണിയെടുത്തോടാ, എനിക്ക് റെഡ്, ഇതെന്താ റെഡ് ടീഷർട്ട് എവിടെ നിന്ന് ഇല്ല. സോ ഇറ്റ്സ് സോ ഹാപ്പി. So suddenly Deepak messaged can you come to Valencia? The Valencia is a place, it is around 300 meters from our college, but we can see from the college. And we are waiting here. He started running and we are from the compound we are looking at him. He ran and he sat there. He sat for 15 minutes and then he came, then said sorry we'll be late, and then again he came. After 5 minutes, can you come now? Again പോയി. ആളൊക്കെ മടുത്തു. പിന്നെ ഫോണെല്ലാം ചെയ്തു. നമ്മുടെ പിന്നൊരു ജൂനിയർ ഉണ്ടായിരുന്നു, പിന്നെ അവൾക്ക് കൊടുത്തിട്ട് സംസാരിച്ചു. അതും പോലെ അവനക്ക് അറിയില്ല. പിന്നെ ലാസ്റ്റ് മനസ്സിലായി, ഞങ്ങൾ വിഷമായി. അവനക്ക് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? വിഷമായെന്നേ ഉള്ളൂ? അല്ല, അവന് നല്ല തെറി കിട്ടി. ഒരു മനുഷ്യനാ അങ്ങനെ അവനെ എന്നൊരു തവണ ഒരു മീശ വെച്ചിട്ട് വന്നു. വരുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ സിസ്റ്റേഴ്സ്മാരുണ്ടായിരുന്നു, നമ്മുടെ നൺസ്. അവർ പാവമല്ലേ, ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട, അവൻ്റെ മുഖം കണ്ടിട്ട് ഇത്ര പറഞ്ഞാൽ ഇതെന്താ മുഖചായ മാറിയല്ലേ, അത്ര പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ മീസ് ഇട്ടിനുണ്ട്. അപ്പോൾ എന്താ മിസ് കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഈവനിങ് 40 എല്ലാവരും ചോദിച്ചു ഇങ്ങനെ ചെയ്താൽ മതി. അയ്യോ മീശ പോയി. മോർണിംഗ് ഷേവ് ചെയ്തിട്ട് വന്നു. ഇപ്പോഴും ചെയ്യാറുണ്ടോ? സിനിമ സെറ്റിൽ ചെയ്യാറുണ്ടോ? പിന്നെ സിനിമ സെറ്റിൽ ചെയ്ത ഇപ്പോഴെന്തെങ്കിലും ചെയ്ത? മലയാളത്തിൽ വല്ലതും ചെയ്ത? മലയാളത്തിൽ അങ്ങനെ ചെയ്യില്ല, അത് ആൾക്കാർ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് തുടങ്ങിയല്ലേ, സോ ദേ വോണ്ട് ബ്ലോക്ക് മീ. അപ്പോൾ അവിടെ ഇപ്പോൾ സിങ്ക് സൗണ്ട് അല്ല ആവല്ലേ. എൻ്റെ ഫ്രണ്ട് കുളിക്കാൻ പോയിരുന്നു, അവനക്ക് ടൈമൊന്നും കിട്ടിയില്ല. അറിയാവുന്ന ആളാണോ ഞങ്ങൾക്ക്? ഇല്ല, രാജേഷ് പറഞ്ഞിട്ട് അവൻ്റെ ആർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അവന് കുളിക്കാൻ പോയി. അപ്പോൾ ഞാൻ പോയിട്ട് അവനക്ക് തെറി വിളിച്ചു, എന്താ ഇപ്പോൾ സിങ്ക് സൗണ്ട് അല്ലേ, നിൻ്റെ കുളിക്കുന്ന സാധനം ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അവൻ ഒരു മണിക്കൂർ അവിടെ ഇതാണ് ബ്ലോക്ക്, എല്ലാ സോപ്പെല്ലാം വെച്ചിട്ട് പിന്നെ വന്നു, ഇങ്ങനെയെല്ലാം കുളിക്കാതെ വന്നു. റെക്കോർഡായ അപ്പോൾ ഈ പ്രാങ്ക്സ് ഒക്കെ ആണല്ലേ, നമ്മുടെ ഈ പ്രാങ്കിന്റെ ഹ്യൂമറൊക്കെ ആണല്ലേ സിനിമയിലും വരുന്നതും കാണുന്നതും ഒക്കെ. എൻ്റെ കുറച്ചും കൂടി ലൗഡാണ്, സിനിമത്തിൽ കുറച്ച് സട്ടിലാണ്. അങ്ങനെ ചെയ്യൂ ഞാൻ, അത് ഞാൻ ഇഷ്ടപ്പെടും, വളരെ ഇഷ്ടപ്പെടും. കീപ് ഡൂയിങ് ഇറ്റ്. അത് വേണമല്ലേ, പിന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസമാണ്. കുറേ ചെയ്തിട്ടുണ്ട്, അതിന് എനിക്ക് രസമായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പിന്നെ എന്താ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ വീഡിയോ എല്ലാം കിട്ടും, നന്നായിട്ട് എഡിറ്റിംഗ് ചെയ്യും ഞാൻ. നിങ്ങളുടെ വേറെ വീഡിയോ കിട്ടൂലേ, ഞാൻ അത് ഡോക്യുമെൻ്ററി എല്ലാം ചെയ്യും, എൻ്റെ വോയിസ് കൊടുത്തിട്ട് വീട്ടിൽ ഞാനേ എഡിറ്റിംഗ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടും. ഇതിന് ടൈമൊക്കെ എവിടുന്ന? അതൊക്കെ ടൈമില്ലേ ലൈഫിൽ, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഫിലിം നെക്സ്റ്റ്. അതേ ഞാൻ പറഞ്ഞത്, ക്രിയേറ്റിവിറ്റി ഈസ് ജസ്റ്റ് നോട്ട് ബിക്കോസ് യു ആർ എ ഫിലിം മേക്കർ, ഇറ്റ് ഇസ് യു ഡോണ്ട് ബിക്കം ക്രിയേറ്റീവ്. യു ആർ ക്രിയേറ്റീവ് ആൻഡ് യു ആർ ക്രിയേറ്റീവ് ഇൻ എവറിഥിങ്. ഐ തിങ്ക് യു ക്രിയേറ്റിംഗ് വെൻ യു ആർ പുള്ളിങ് ലെഗ്സ് ഓൾസോ ഓർ പ്രാങ്കിങ് പീപ്പിൾ.
ഋഷഭിനോ രക്ഷിത്തോ വല്ലതും ചെയ്തിട്ടുണ്ട്? കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന 2 സൂപ്പർ സ്റ്റാർസ് അല്ലേ, അവരോട് എന്തെങ്കിലും അവര് രക്ഷിത്ക്ക് ചെയ്താലും അറിയാത്തില്ല, അങ്ങനത്തെ ആളാണ് അവർ. ഒരു പാവം ലൈക്ക് ചെയ്തു അല്ലേ, ഓക്കെ അത്രേ ഉള്ളൂ. ഋഷഭ്ക്ക് പ്രാങ്ക് അല്ല, ഞാൻ റാഗ് ചെയ്യും. അവരെല്ലാവർക്കും റാഗ് ചെയ്യും. അവരൊരു ക്രിക്കറ്റ് കളിച്ചാൽ വളരെ തെറ്റ് മനുഷ്യൻ. അവർ ഔട്ട് കൊടുക്കില്ലേ, പിന്നെ 6 ബോൾ 5 ബോളായാൽ 6 ഓവർ കംപ്ലീറ്റ്, അങ്ങനെയല്ല. He will do some cheating. So I fight against it. ഗരുഡയിലെ ശിവയുടെ റോളാ റിയൽ ലൈഫിൽ. അതെ സെയിം. വൈഡ് പോയാൽ വൈഡ് സംഭവിക്കൂല. പക്ഷെ ഞാൻ ഫൈറ്റ് ആക്കുന്നത് വോളിബോളാണ്. വോളിബോൾ കളിക്കും. അതെ വോളിബോൾ കളിക്കും. ഓക്കെ. അതിൽ ഫൈറ്റ്, നല്ല ഫൈറ്റ്. എങ്ങനെയാണ്, സ്പൈക്ക് ആണോ സെറ്റ് ആണോ എന്താ? മൈനസ് ബ്ലോക്ക് പിന്നെ സ്പൈക്ക് അത്ര ഓക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഓക്കെ, എല്ലാ ഫ്രണ്ട്സ് അല്ലേ, അത്ര പ്രൊഫഷണൽ ഒന്നും അല്ലല്ലോ. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ റുധിരം. താങ്ക് യു.